ഒരു വഴക്ക്, വീട് വിട്ടൊരു പോക്ക്, പിന്നെ മനുഷ്യക്കടത്തിന്റെ ഇരയായി മാറിയ 18 വയസ്സുകാരി. സഹോദരന്റെ ശകാരത്തിൽ മനംനൊന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടി മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് അവൾ കടന്നുപോയത് കേട്ടാൽ ആരുടെയും മനസ്സ് തകർന്നു പോകും. ബീഹാറിലെ മുസഫൂരിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏകദേശം 18 വയസ്സുള്ള പെൺകുട്ടി 2026 മെയ് 10-നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. മുസഫർപൂർ റെയിൽവേ സ്റ്റേഷൻ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ഒരു യുവാവ് സമീപിച്ചു. കൊൽക്കത്തയിലെ നല്ല ജോലി വാങ്ങിത്തരാം, ആ വാക്കുകൾ വിശ്വസിച്ചാണ് അവൾ അയാളോടൊപ്പം പോയത്. പക്ഷേ കൊൽക്കത്തയിലെത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായത് താൻ വഞ്ചിക്കപ്പെട്ടു എന്നായിരുന്നു. അവളെ അയാൾ ചുവന്ന തെരുവിൽ വിൽക്കുകയായിരുന്നു. എതിർത്തപ്പോൾ മർദ്ദനം, ലൈംഗിക ചൂഷണം, ദിവസങ്ങളോളം ഭക്ഷണം നൽകാതിരിക്കൽ, ബോധരഹിതയാക്കാൻ മരുന്ന് നൽകിയെന്നും ആരോപണമുണ്ട്. തീർന്നില്ല, ഏകദേശം ഒരു മാസത്തിന് ശേഷം അവളെ വീണ്ടും മറ്റൊരു ചുവന്ന തെരുവിലേക്ക് വിൽക്കുകയായിരുന്നു. അവിടെ നിന്നും മൂന്നാമതൊരു സ്ഥലത്തേക്ക് വിൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു മനുഷ്യക്കടത്ത് സംഘം. ഇതിനിടെയാണ് മുസഫർ പോലീസ് അന്വേഷണം ശക്തമാക്കിയത്. SSP കാന്തേഷ് കുമാർ മിശ്രയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. വനിതാ SI പൂജ കുമാരി വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി. മനുഷ്യക്കടത്ത് നടക്കുന്നുവെന്ന് സംശയിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് പെൺകുട്ടിയുടെ ചിത്രം കൈമാറി. ഒടുവിൽ രഹസ്യ വിവരത്തിലൂടെ പെൺകുട്ടിയുടെ സ്ഥാനം കണ്ടെത്തി. മുസഫർപൂർ പോലീസ് സംഘം ബാങ്കൽപൂരിലെത്തി. 35 മിനിറ്റ് നീണ്ട നിരീക്ഷണത്തിന് ശേഷം റെയ്ഡ്. തസ്കരന്മാർ പോലീസിനെ തടയാൻ ശ്രമിച്ചു. തള്ളിക്കയറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. സ്ഥിതി ഗുരുതരമായപ്പോൾ വനിതാ SI പൂജ കുമാരിക്ക് ആത്മരക്ഷയ്ക്കായി സർവീസ് പിസ്റ്റൾ പുറത്തെടുക്കേണ്ടി വന്നതായി പോലീസ് പറയുന്നു. ഏകദേശം 52 മിനിറ്റ് നീണ്ട ഓപ്പറേഷനൊടുവിൽ പെൺകുട്ടിയെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. അവളെ പാർപ്പിച്ച അതേ വീട്ടിൽ നിന്ന് നളന്ദ ജില്ലയിലെ നിന്നുള്ള മറ്റൊരു കൗമാരക്കാരിയെയും പോലീസ് രക്ഷപ്പെടുത്തി. ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു പെൺകുട്ടി പിന്നീട് മനുഷ്യക്കടത്ത് സംഘത്തിന്റെ കയ്യിൽ 2 തവണ വിൽക്കപ്പെട്ട ഇരയായി മാറി. ഇത് ഒരു പെൺകുട്ടിയുടെ മാത്രം കഥയല്ല. വീട് വിട്ടിറങ്ങുന്ന കുട്ടികളെ എത്ര വലിയ അപകടങ്ങളാണ് കാത്തിരിക്കുന്നതിന്റെ ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പാണ്. അപരിചിതരുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കുട്ടികൾ വീട് വിട്ടിറങ്ങാതിരിക്കാൻ കുടുംബാംഗങ്ങളും സമൂഹവും കൂടുതൽ ജാഗ്രത പുലർത്തണം. ഒരു ചെറിയ അശ്രദ്ധ ഒരു ജീവിതം തന്നെ തകർത്തേക്കാം.